ഹലോ, എല്ലാവർക്കും എൻ്റെ പ്രഭാത കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു 5 മണിയായപ്പോൾ എഴുന്നേറ്റു. സ്റ്റൗവൊക്കെ ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ഇത് ഇന്ന് മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ തൊലിയൊക്കെ ചെത്തി ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ ഈ വേപ്പില ഈ കവറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാടാതിരിക്കാൻ വേണ്ടിയാണ്. മാങ്ങ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കാന്താരി മുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത ഇഞ്ചിയും കാന്താരിയും അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് തേങ്ങയുടെ 1/4 പാലിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ പുളിയെടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ പാല് പിഴിഞ്ഞ് മാറ്റി വെക്കുവാണ്. പിന്നെ ബാക്കിയുള്ളതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും ഉപ്പും കാന്താരി മുളകും എല്ലാം കൂടി തിരുമ്മി വെച്ചിരിക്കുന്ന ഈ മാങ്ങ കഷ്ണങ്ങൾ 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുവാണേ. അപ്പോൾ തേങ്ങാപ്പാലിൽ വേവിക്കുന്ന എന്തും നമ്മൾ തുറന്ന് വെച്ച് വേണം കേട്ടോ വേവിക്കാനായിട്ട്. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് തൂവിപ്പോവും. അപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഈ മാങ്ങ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ തേച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തേച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും കറി നമുക്ക് ഇറക്കി വെക്കാം. ഈ കറിക്ക് ഒരു താളിപ്പ് വേണം കേട്ടോ. തേങ്ങാപ്പൂളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് താളിച്ചെടുക്കുകയാണ്. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ തേക്കാനുള്ള പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയെടുത്തു. പിന്നെ ചോറ് വാർക്കാനുണ്ട് കേട്ടോ. പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടു. പിന്നെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം, ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. എല്ലാവരും തിളച്ച വെള്ളമൊക്കെ ചേർക്കുമെന്ന് പറയും, പക്ഷെ ഞാൻ പച്ചവെള്ളം തന്നെ ചേർത്തിട്ട് വാർത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോറ് വാർക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുക്കറിൽ എയറെല്ലാം പോയി കഴിയുമ്പോൾ വാഷ് മാറ്റി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ നേരെ അങ്ങോട്ട് മൂടിയിട്ട് നേരെ അങ്ങ് മറിച്ചിട്ടു കേട്ടോ. നമുക്കിതിൽ ചോറൊന്നും പോകില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ടൻ ചായ കുടിക്കുകയാണ്. പിന്നെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്തു. മോനുള്ള രാവിലത്തേക്കും ഉച്ചത്തേക്കുള്ള രാവിലത്തേക്കും ചോറ് തന്നെയാണ് കേട്ടോ. അതുപോലെ 2 നേരത്തേക്കുള്ളത് വിളമ്പി വെച്ചു. പിന്നെ റെഡിയായി ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഡിയേഴ്സ്.